എന്റെ മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. വാ മീൻകുട്ടിന് വേണോ? എന്റെ കുട്ടിന് വേണോ? വാ 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 മീൻകുട്ടിനെ കൈ കാണിക്കും. Vlogz മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെഷീൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കിഴങ്ങാണ്. ആദ്യം പീൽ ചെയ്യണം. പീൽ ചെയ്തതിനു ശേഷം ഇത് കട്ട് ചെയ്യണം. പീൽ ചെയ്യുന്നതിന് മുന്നെയോ പീൽ ചെയ്ത് കഴിഞ്ഞിട്ടോ നിങ്ങൾ വെള്ളത്തിൽ കഴുകരുത്. ചെളിയൊന്നും ആക്കാത്ത രീതിയിൽ പീൽ ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്ത കിഴങ്ങ് ഒരു പരന്ന പാത്രത്തിൽ ആദ്യം ഇടുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു കിഴങ്ങിന് 1-1.5 ടേബിൾ സ്പൂണ് കോൺ സ്റ്റാർച്ച് ചേർക്കുക. അതിനുശേഷം പാത്രം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് കുലുക്കിയെടുക്കുക. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഡബിൾ ഫ്രൈഡ് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഓരോ ബാച്ചും 2 തവണയായിട്ട് ഫ്രൈ ചെയ്യണം. ഒരു പരന്ന പാത്രത്തിൽ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായെന്ന് ആദ്യം തന്നെ ഉറപ്പ് വരുത്തുക. നന്നായിട്ട് ചൂടായാൽ മാത്രമേ നന്നായിട്ട് പൊള്ളി കിട്ടത്തുള്ളൂ. അതിനുശേഷം മാത്രം കിഴങ്ങിട്ട് കുറച്ചായിട്ട് വറുത്ത് കോരുക. വറുത്ത് കോരുന്നതിന് മുന്നേ തന്നെ അതിലുള്ള എണ്ണയിൽ നിന്നുള്ള ബബിൾസ് കുറഞ്ഞെന്നുള്ള ഉറപ്പ് വരുത്തുക. അതേമാതിരി തന്നെ ഫ്രഞ്ച് ഫ്രൈസിന്റെ അറ്റങ്ങളെല്ലാം ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഒരു പരുവത്തിൽ വേണം വറുത്ത് കോരേണ്ടത്. വറുത്ത് കോരുന്ന ഓരോ ബാച്ചും ഒരു ട്രെയില് നിങ്ങൾ നിരത്തി വെക്കേണ്ടതാണ്. ഫസ്റ്റ് ഫ്രൈ ഇതുപോലെ ബാച്ചായിട്ട് തിരിച്ച് വറുത്ത് കോരി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ തവണ വീണ്ടും ഫ്രൈ ചെയ്യണം. ഫസ്റ്റ് ഫ്രൈ കഴിഞ്ഞിട്ട് വീണ്ടും ഓരോന്നും ബാച്ചായിട്ട് തിരിച്ച് സെക്കൻഡ് ഫ്രൈയിങ് ചെയ്ത് വറുത്ത് കോരുക. സെക്കൻഡ് ഫ്രൈയിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ബാച്ച് ഇട്ടിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വറുത്ത് കോരാൻ ശ്രമിക്കണം. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. വറുത്ത് കോരിയതിനു ശേഷം ഇതേപോലെ ഒരു പരന്ന പാത്രത്തിൽ നിരത്തി വെക്കുക. ഇതിന്റെ മേലെ ആവശ്യത്തിനുള്ള ഉപ്പ് വിതറി കൊടുക്കുക. അതൊന്ന് എല്ലായിടത്തും ഉപ്പ് പറ്റുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ റെഡിയായി. ഇത് കെച്ചപ്പിന്റെ കൂടെയോ അല്ലാതെയോ കഴിക്കാവുന്നതാണ്. ഇത് വളരെ ഈസിയായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.